ഇവിടെ ഒരുങ്ങുന്ന ഫോർസ വെയർഹൗസ് അത് പൂർണ്ണതയിലായിരിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഫോർസ വെയർഹൗസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായി സംസ്ഥാനത്തിന്റെ പൊതുവായ വ്യാവസായിക വികസനത്തിൽ വലിയ സംഭാവന നൽകുന്ന ഒന്നായി ഈ വെയർഹൗസിംഗ് ഫെസിലിറ്റി മാറുമെന്ന് ഉറപ്പായി കരുതാവുന്നതാണ്. അതോടൊപ്പം കൊച്ചിയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് മുതൽക്കൂട്ടാണ്. 5.5 ഏക്കർ ഭൂമിയിലാണ് ഈ വെയർഹൗസും അനുബന്ധ സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നത്. 38 കോടിയിലധികം രൂപയുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ വരികയാണ്. 2 ലക്ഷം ചതുരശ്രയടിയിലധികം വിസ്തൃതിയുള്ള സംയോജിത ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ടാകും. 250 തൊഴിലവസരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ സൃഷ്ടിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ വെയർഹൗസ് പണികഴിപ്പിച്ചത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്തരം ലോജിസ്റ്റിക്സ് ഹബ്ബുകളും വെയർഹൗസിംഗ് ഫെസിലിറ്റികളും നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ ആഗോള വ്യവസായ ഭൂപടത്തിൽ കുറച്ച സ്ഥാനം നേടാൻ സഹായിക്കുന്നതാണ്. തൊഴിലവസരങ്ങളും സംരംഭകാവസരങ്ങളും വർദ്ധിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കൊച്ചി തുറമുഖത്തോടും അന്താരാഷ്ട്ര വിമാനത്താവളത്തോടും അടുത്ത് കിടക്കുന്ന ഈ പ്രദേശത്ത് വെയർഹൗസ് സൗകര്യപ്രദമായ കാര്യമാണ്. കേരളത്തിന്റെ വ്യവസായ നഗരമായാണല്ലോ കൊച്ചി അറിയപ്പെടുന്നത്. കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും നിരവധി വികസന പ്രവർത്തനങ്ങൾക്കായി പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ അടുത്ത കാലത്ത് നടന്നു വന്നിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിമാനത്താവളം വികസിച്ചു വരുന്നു. കൊച്ചി മെട്രോ നല്ല രീതിയിൽ വികസിക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു സംരംഭമായി കൊച്ചി വാട്ടർ മെട്രോ മാറിയിരിക്കുന്നു. മെട്രോ കെമിക്കൽ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവയുടെയെല്ലാം വികസനം നല്ല രീതിയിൽ നടക്കുന്നു. അത്തരത്തിൽ കൊച്ചിയുടെ വികസനം സാധ്യമാകുമ്പോൾ അതിനിണങ്ങുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുക ആ കാഴ്ചപ്പാടോട് വേണം കാണാൻ. നേരത്തെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന ഒരു പരാതിയും ആക്ഷേപവും നിലവിലുണ്ട്. ആ സ്ഥിതിക്ക് ശേഷം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളം ബിസിനസ് ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് തന്നെ ഒരു തവണയല്ല, കുറച്ച് 8 തവണ ആ പദവി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭങ്ങളുടെ ഭാഗമായി 4 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. 27,000 കോടി രൂപയോളം നിക്ഷേപങ്ങൾ അതിന്റെ ഭാഗമായി വന്നു. 8 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ വ്യവസായ സൗഹൃദം എന്നതിനേക്കാളുപരി നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം വളരുകയാണ്.
അതുകൊണ്ടാണ് നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഈ അടുത്ത കാലത്ത് തയ്യാറായിരുന്നു. ഞാൻ പല വേദികളിലും പറഞ്ഞൊരു കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ്. വ്യവസായ മന്ത്രി വ്യവസായ ഗ്രൂപ്പിന്റെ ആളുകളെയും കൂടി പരിചയപ്പെടാൻ വന്നതാണ്. അവര് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. തുടങ്ങുന്ന സംരംഭം ഇൻവെസ്റ്റ്മെന്റിന്റെ തുക കേട്ടപ്പോ പെട്ടെന്നൊരു സംശയം വന്നു. 3 ലക്ഷം കോടിയിലധികം രൂപ നിക്ഷേപിക്കാനാണ്. ഞാൻ ചോദിച്ചു കേരളം നമ്മുടെ നാട്ടിൽ കേരളക്കാരനല്ല, ആന്ധ്രക്കാരനാണ് ഈ പറഞ്ഞത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ സമാധാനമുള്ളൊരു സ്ഥലം വേറെയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ആളുകൾ കിട്ടുന്ന തമ്മിലുള്ള പ്രശ്നങ്ങളില്ല, അതുകൂടിയാണ് ഞാൻ. ഏതെല്ലാം തരത്തിലുള്ള നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഈ അടുത്ത് ലാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ 1,18,000 കോടി രൂപ അത്രയും നിക്ഷേപ താല്പര്യ പത്രങ്ങളാണ് കേരളം ഒപ്പുവെച്ചത്. അപ്പോൾ ലോകശ്രദ്ധ തന്നെ നമ്മുടെ കേരളത്തിന് തിരിയുന്നതാണ് ഇതൊക്കെ കാണിക്കുന്നത്. നിക്ഷേപ സൗഹൃദാന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടു വന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഈ ലോക സാമ്പത്തിക ഫോറത്തിൽ നമുക്ക് ലഭിച്ച സ്വീകാര്യത. അന്തരീക്ഷം നിലനിർത്തുകയാണ്. നമ്മൾ നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നാട് പൊതുവിൽ നിലനിർത്തുന്ന സമാധാനവും അതോടൊപ്പം നാട്ടിലാകെ കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനവും മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതെല്ലാം ആരെയും നിക്ഷേപം നടത്താനുള്ള പിന്നെ നമ്മുടെ മികച്ച വേണ്ടിയല്ല ഇവിടെ വരാൻ ആരും ഇഷ്ടപ്പെടും. അന്തരീക്ഷത്തിലെല്ലാം ഒരുങ്ങുമ്പോൾ നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ അദാനി ഗ്രൂപ്പ് ലോജിസ്റ്റിക് പാർക്ക് ലോജിസ്റ്റിക്സ് രംഗത്തെ ലോകോത്തര കമ്പനികൾ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരികയാണ്. ഇടിഞ്ഞം പോർട്ടിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ലാതെയുള്ളൂ. ഏതായാലും എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണിത്. വികസനം വരുമ്പോൾ നമ്മുടെ നാടിന്റെ ഭാഗമായി എല്ലാവരും അത് സന്തോഷിക്കും. അതിലൊരു ഭേദഗതിയും ഇല്ലാതെ എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിറഞ്ഞ നാടിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.